അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അതിവേഗത്തിൽ സാധിക്കുവാൻ പരിശുദ്ധമായ റമളാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിൻ്റെയും മഗ്രിബ് നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിക്കുന്ന ഈ ഒരു നാമത്തെ നല്ല നിലയിൽ നല്ല നെയ്യത്തോടുകൂടി ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു തആല സാധിപ്പിച്ചു തരും, നമ്മുടെ മുറാദുകൾ അള്ളാഹു തആല അതിവേഗത്തിൽ ഹാസിലാക്കി തരും എന്ന് മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിക്കുകയാണ്. മഹത്തായ ശംസുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ മഹത്തായ ഒരു അറിവാണ്. പരിശുദ്ധമായ റമളാനിലെ ആദ്യത്തെ 10 എന്ന് പറയുന്നത് റഹ്മത്തിൻ്റെ 10ആണ്. കാരുണ്യത്തിനെ കുറിക്കുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിക്കുന്ന 10 ദിവസങ്ങളാണ്. അതിലെ ഈ റഹ്മത്തിൻ്റെ 10ലെ ആദ്യ വെള്ളിയാഴ്ച, അതായത് റമളാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിൻ്റെയും മഗ്രിബ് നിസ്കാരത്തിൻ്റെയും ഇടയിൽ യാ അല്ലാഹു യാ റഹ്മാനു, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിക്കുന്ന ഒരു നാമമാണ് റഹ്മാനു എന്നുള്ള നാമം. യാ അല്ലാഹു യാ റഹ്മാനു, യാ അല്ലാഹു യാ റഹ്മാനു എന്നിങ്ങനെ ധാരാളം പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ അള്ളാഹു തആല അതിവേഗത്തിൽ ഹാസിലാക്കി തരും, നമ്മുടെ മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കി തരുന്നതാണ് എന്ന് മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം പറയുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിൽ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അതിവേഗത്തിൽ ഹാസിലാകുവാൻ യാ അല്ലാഹു യാ റഹ്മാനു എന്നുള്ള ഈ ഒരു നാമത്തെ ഒരുപാട് പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുക. ആദ്യ വെള്ളിയാഴ്ച അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള സമയത്ത് ഒരുപാട് പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.